ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മലേഷ്യയിലെ നമ്മുടെ 4th ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് പർച്ചേസിങ്ങിൻ്റെ ദിവസമാണ്. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ആദ്യം തന്നെ സോജോ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ മോളെന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാം നല്ല ചീപ്പായിട്ട് കിട്ടുന്നൊരു മോളാണ്. അപ്പോൾ അവിടെ പോകാം ആദ്യം. പിന്നെ ഇന്ന് വൈകുന്നേരം ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചേച്ചിയുടെ ഒരു മലേഷ്യൻ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ്. ആ ചേട്ടൻ്റെ വീട്ടിൽ നമ്മളിന്ന് പോകും. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പ്ലാൻസ്. അമ്മേൻ്റെ ഇവിടെ അച്ഛൻ. ഓക്കെ, അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോപ്പിംഗ് മോളിലേക്ക് പോകാം. ഇത് ഇങ്ങനത്തെ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് നടക്കാൻ നല്ല എളുപ്പമാണ്. കാറ് പോകുന്ന ഇടയ്ക്ക് ഇവിടെ നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ കളർഫുള്ളായിട്ടുള്ള ബ്രിഡ്ജസ് ഇവർ പണിഞ്ഞിട്ടുണ്ട്. സോജോ എന്ന് പറഞ്ഞ മോളിൽ മൊത്തം ഓഫേഴ്സാട്ടോ. വീക്കെൻഡ് സ്പെഷ്യൽസ് ആയിട്ട് ഓഫേഴ്സ് ഉണ്ട്. ഭയങ്കര ചീപ്പാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും. ഇവിടെ ഒരു റിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. നമ്മുടെ നാട്ടിൽ 20 രൂപയാണ്. നമ്മൾ ഹിരൺ ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഹിരൺ. Hi. So this is Hiran mother. Yeah. Lauda in Kuala Lumpur. Yeah. Yeah. This is Hiran father. Both are lovely. I love them so much. Thank you so much. Thank you so much for the food. I love it. Most welcome. Okay, bye. So when you're planning to come sister. Hello. Absolutely. Absolutely. So ideal. So ideal. So slay. Okay, thank you so much, guys. How things were to me, I love you, and it's not some reverie. I'll lay down in your arms, and that's where I wanna be forever. I used to have low self-esteem. Thoughts stung like bullets in the breeze. But someone thought you കാണുന്ന ബിൽഡിംഗ് ആണ് മലേഷ്യയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ബട്ടണില്ലേ, അത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഈ സിഗ്നൽ നിങ്ങൾ കാണുന്നത് അതിപ്പോൾ മറ്റേ പോകാൻ പറ്റില്ല, ലൈക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി സ്റ്റോപ്പാണ്. അപ്പോൾ ഇത് ഗ്രീൻ ആകുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇത് വണ്ടികളൊക്കെ നിർത്തിത്തരും. അപ്പോൾ ഇത് ഗ്രീൻ ആകുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടി വണ്ടികളൊക്കെ നിർത്തിത്തരും. അപ്പോൾ അതാണ് ഈ ബട്ടൺ. സുഹൃത്തുക്കളെ, നമ്മൾ നാളെ ഇപ്പോൾ ചൈന ടൗൺ അടച്ചു എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞു. ഗൈസ്, നാളെ നമ്മൾ കുവാലലംപൂർ വിട്ട് മെലാക്കയ്ക്ക് പോവുകയാണ്. അനദർ ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ മലേഷ്യ. അപ്പോൾ നമ്മൾ നാളെ പ്രോബബ്ലി ഒരു കാർ റെൻറ്റ് ചെയ്തായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വല്ല ഡ്രൈവർ വെച്ചായിരിക്കും പോകണം. നമുക്ക് നോക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മെലാക്ക വേറെ ഒരു സിറ്റിയാണ്. ഭയങ്കര ഫേമസ് സിറ്റി ഇൻ മലേഷ്യ. അതുമാത്രമല്ല ഭയങ്കര ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു നഗരമാണ് മെലാക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം 1 വ്ളോഗ്സിൽ കാണാം. അപ്പോൾ യെസ്, നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. എനിവേസ് ചൈന ടൗണുള്ള മെട്രോ സ്റ്റേഷനാണ് പസാർ സെനി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നല്ല തിരക്കാട്ട് ഗൈസ്. അപ്പോൾ അതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ട്രെയിൻ എന്തോ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഒരു 12 മണിക്ക് വല്ലതും ആയിരിക്കും. and it's not some reverie. I'll lay down in your arms, and that's where I wanna be forever.
പുത്രജയ അടുത്തൊരു ഭയങ്കര ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇൻ മലേഷ്യ തന്നെയാണ്. അപ്പോൾ അതേ പുറത്ത് നല്ല മഴയാട്ടോ. നമ്മൾ വന്ന ദിവസം തെറ്റിപ്പോയി, നല്ല മഴയാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റും. പുറത്തൊന്നും കാണിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മഴയാണ്. അപ്പോൾ പക്ഷേ സ്റ്റിൽ നിങ്ങളിവിടെ കാണുന്നതാണ് ദ പുത്ര മോസ്ക്. അത് പുത്രജയയിലുള്ളൊരു ഫേമസ് മോസ്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പുത്രജയ എന്ന് പറഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് സ്റ്റഫൊക്കെ ഉള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ഏരിയയാണ് പുത്രജയ എന്നൊരു ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഭയങ്കര വലിയൊരു ഏരിയ ഉണ്ട്. എല്ലാ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് തിങ്സും പിന്നെ എന്താ പ്രൈം മിനിസ്റ്ററിൻ്റെ വീടും എന്ന് വെച്ചാൽ അത് മലേഷ്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ വീടും അടുത്താണ്. നിങ്ങളവിടെ കാണുന്ന ആ ഒരു ഗോപുരം അതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ വീട്. അപ്പോൾ അത് ഈ ഒരു പുത്രജയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ ഏരിയ മൊത്തം ഇങ്ങനത്തെ സ്ഥലങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളും സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പുത്ര മോസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഭയങ്കര നല്ലൊരു കാഴ്ചയാണ് ഗൈസ്. ഇതാണ് മലേഷ്യയിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ കൊട്ടാരം. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. എന്താണ് പുത്രജയ എന്ന് പറയുന്നത്. അവിടെയുണ്ട് നമ്മുടെ മോസ്ക്. ഇതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ വീട്. നമ്മൾ മെലാക്കയ്ക്കുള്ള യാത്രയിലാണ് കേട്ടോ. നമ്മൾ റെൻ്റാക്കാർ എടുത്തു, ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ നമ്മൾ പുത്രജയൊക്കെ കണ്ടു. നമ്മളിനി മെലാക്കയ്ക്കുള്ള യാത്രയിലേക്കാണ്. അതെ, അപ്പോൾ ഗൈസ് 7 o'clock എത്തും. 2 മണിക്കൂറുണ്ട് പുത്രജയിൽ നിന്ന്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കാരാ വണ്ടി ഓടിക്കുന്നതെന്നറിയോ? ഓടിക്കുന്നതാണ് നമ്മുടെ അച്ഛൻ. ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ എടുത്ത് അച്ഛൻ ഓടിക്കുകയാണ് ഗൈസ്. എക്സ്പ്രസ് ഹൈവേയിലൂടെ അച്ഛൻ അടിപൊളി ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. അൺബിലീവബിൾ തിങ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്നത് എറണാകുളത്തല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല,